ജനങ്ങളോട് നിരന്തരം ഇടപെടുന്നവരാണ് സർക്കാരും രാഷ്ട്രീയക്കാരും, രാഷ്ട്രീയ പാർട്ടികൾ. സർക്കാർ അധികാരത്തിന്റെ കേന്ദ്രമാണ്, രാഷ്ട്രീയമാവട്ടെ അധികാരത്തിലേക്കുള്ള വഴിയാണ്. രാഷ്ട്രീയം വഴിയാണ് ആളുകൾ അധികാരത്തിന്റെ ഉയർന്ന സോപാനങ്ങളിൽ എത്തിച്ചേരുന്നത്. പക്ഷെ ഇവരുടെ രണ്ടു കൂട്ടരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് ജനസേവനമാണെന്ന് കരുതിക്കളയരുത്. അത് തെറ്റായ ഒരു ചിന്തയാണ്. അധികാരം നിലനിർത്തുക, അതായത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എന്തു ചെയ്തും, വോട്ടർ പട്ടിക തിരുത്തിയിട്ടാണെങ്കിലും, അല്ലെങ്കിൽ കിറ്റ് കൊടുത്തിട്ടാണെങ്കിലും, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് 10,000 രൂപ വീതം ഇനാമായിട്ട് നൽകിയിട്ടാണെങ്കിലും അധികാരം നിലനിർത്തണം. അതുപോലെ രാഷ്ട്രീയക്കാർക്കോ, പ്രത്യേകിച്ച് അധികാരത്തിന്റെ പുറത്തു നിൽക്കുന്ന ആളുകൾക്ക്, അവർക്ക് അധികാരം പിടിച്ചെടുക്കണം. ഇതാണ് സർക്കാരിന്റെയും രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രഖ്യാപിതമായ ലക്ഷ്യം. പക്ഷേ ഇവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അല്പം മനുഷ്യപ്പറ്റ്, ദയ, അല്ലെങ്കിൽ അനുഭാവം, അല്ലെങ്കിൽ അനുതാപം, കരുതൽ, ഇതൊക്കെ നമ്മൾ സർക്കാരിൽ നിന്ന് പ്രത്യേകം പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മുടെ രാഷ്ട്രീയക്കാരെയും അങ്ങനെയാണ് കാണേണ്ടത്. അധികാരത്തിന് പുറത്ത് നിൽക്കുന്നവർ നാളെ അധികാരത്തിൽ എത്തേണ്ടവരാണ്. അതുകൊണ്ട് അവരിൽ നിന്ന് ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കും. പക്ഷെ കിട്ടാതെ വരുമ്പോൾ, യാതൊരു തരത്തിലുള്ള കരുതലും കിട്ടാതെ വരുമ്പോൾ പിന്നെ എന്തിനാണ് ജീവിതമെന്ന് ചിന്തിച്ചു പോകുന്ന ചില ആളുകളുണ്ട്. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം വല്ലാത്ത സമ്മർദ്ദവും ജോലിഭാരവും നൽകുന്ന ഒരു ഉത്തരവാദിത്വമാണ്. ആ ജോലിഭാരം അല്ലെങ്കിൽ ആ ജോലിയുമായി ബന്ധപ്പെട്ട സമ്മർദ്ദം സഹിക്കാതെ കണ്ണൂരിലെ പയ്യന്നൂർ കാങ്കോൽ ആലപ്പടപ്പ പഞ്ചായത്തിലെ ഒരു ബൂത്ത് ലെവൽ ഓഫീസർ അനീഷ് ജോർജ് ചെറുപ്പക്കാരനായിരുന്നു. കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ വഹിച്ചിരുന്ന ആളാണ്. അദ്ദേഹം ഇന്നലെ ആത്മഹത്യ ചെയ്തു. അതുപോലെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ തൃക്കണ്ണമംഗലം വാർഡില് BJPയുടെ സീറ്റ് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ട് അത് കിട്ടാതെ വന്നപ്പോൾ RSSന്റെയും BJPയുടെയും ഒരു സജീവ പ്രവർത്തനായിരുന്ന ആനന്ദ് കെ തമ്പി ജീവൻ വെടിഞ്ഞു. ഇവർ രണ്ടുപേരും, ഇവരെ പറ്റി പറയാൻ കാരണം അടുത്ത് നടന്ന സംഭവങ്ങളായതുകൊണ്ടാണ്. ഇവർ രണ്ടുപേരും ഈ സർക്കാരിന്റെയും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെയും അധികാരത്തോടുള്ള ആർത്തിയുടെ അല്ലെങ്കിൽ ആക്രാന്തത്തിന്റെ ഇരകളാണ്. കണ്ണൂർ കളക്ടറായ അരുൺ കെ വിജയൻ പറയുന്നത് ഈ അനീഷ് ജോർജിന് അങ്ങനെ വലിയ സമ്മർദ്ദങ്ങളൊന്നും കൊടുത്തിരുന്നില്ല എന്നാണ്. അത് പറഞ്ഞ് അദ്ദേഹം കൈ കഴുകുക. അദ്ദേഹമാണ് ജില്ലാതല ഉദ്യോഗസ്ഥൻ. ഈ ഉദ്യോഗസ്ഥനെ നമ്മൾ അറിയുന്ന ഒരാളാണ്, ADM നവീൻ ബാബു. അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ച കാര്യങ്ങൾ അന്ന് ഈ കളക്ടർ അരുൺ കെ വിജയനാണ് ആ യാത്രയപ്പ് സമ്മേളനത്തിൽ, അദ്ദേഹത്തിന്റെ മരണത്തിനിടയാക്കിയ യാത്രയപ്പ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചതും അതുപോലെ തന്നെ അന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ദിവ്യയെ ആ ചടങ്ങിലേക്ക് വിളിച്ചതും അദ്ദേഹം തന്നെയാണ്. ഇപ്പോഴും കണ്ണൂരിലെ ജില്ലാ കളക്ടർ. അദ്ദേഹം കൈ കഴുകുകയാണ്. അതുപോലെയാണ് BJPയുടെ നേതാവ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി S സുരേഷ്. അദ്ദേഹം എന്താണ് പറയുന്നത്? ഈ ആനന്ദ് കെ തമ്പി എന്ന് പറയുന്ന ആള് BJPയുടെ ഒന്നും ഒരു പ്രവർത്തകനേ ആയിരുന്നില്ല, ഒരിക്കലും അദ്ദേഹം അങ്ങനെ ആയിരുന്നില്ല എന്നാണ്. പക്ഷേ ശ്രീ അരുൺ കെ വിജയൻ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. താങ്കൾ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ സർക്കാർ അനീഷ് ജോർജിന് വലിയ സമ്മർദ്ദങ്ങളൊന്നും കൊടുത്തിരുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഈ സമ്മർദ്ദം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജോലിഭാരം എന്ന് പറയുന്നത്, അതിരാവിലെ കളക്ടറേറ്റിൽ നിന്ന് പൊതിഞ്ഞു കെട്ടി അനീഷ് ജോർജിന് എത്തിച്ചു കൊടുക്കുന്ന സാധനമൊന്നുമല്ല. അയാളെ ഏൽപ്പിച്ച ജോലി ഉണ്ടല്ലോ, ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത ജോലി, 24 മണിക്കൂർ ചെയ്താലും തീരാത്ത ജോലി. ആ ജോലി ഉണ്ടാക്കുന്ന ആഘാതമാണ്, മാനസിക ആഘാതമാണ്, അയാളുടെ മാനസിക സംഘർഷം. അതുപോലെ ആനന്ദ് തമ്പി, അദ്ദേഹം BJP അല്ല എന്ന് പറയുന്ന ആളുകൾ, അല്ലെങ്കിൽ ആയിരുന്നില്ല എന്ന് പറയുന്നവര്, അയാളുടെ ചരിത്രം ഒന്ന് പരിശോധിച്ച് നോക്കണം. അയാൾ ഈ MGA കോളേജിലെ, തിരുവനന്തപുരത്ത് MGA കോളേജിലെ ABVPയുടെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ ആയിരുന്നു, മത്സരിച്ചു ജയിച്ചതാ. അതുപോലെ അദ്ദേഹം RSSന്റെ വിവിധ തസ്തികകളിലെ പദവികളില് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. എന്നിട്ടും പറയുകയാണ് യാതൊരു മനസാക്ഷി കുത്തും കൂടാതെ, ഒരു മനുഷ്യത്വത്തിന്റെ ലെവലേശമില്ലാതെ BJP പറയുകയാണ് ഈ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന്. യേശുക്രിസ്തുവിനെ പത്രോസ് തള്ളിപ്പറഞ്ഞതിന് തുല്യമായത്, 3 തവണ തള്ളിപ്പറഞ്ഞതിന് തുല്യം. ഈ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞതിന് തുല്യം ഈ മനുഷ്യൻ ഞങ്ങളുടെ പാർട്ടിയിലെ ഒരു പ്രവർത്തകനായിരുന്നില്ല എന്ന് പറയുന്നത്. പിന്നെന്തുകൊണ്ടാണ് BJPയുടെയും RSSന്റെയും ഒക്കെ പ്രവർത്തകര് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ അവിടെ ചെന്നത്? അദ്ദേഹത്തിന്റെ സന്ദേശത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, എന്റെ മൃതശരീരം പോലും വരെയൊന്നും കാണിക്കരുതെന്ന്. എന്നിട്ട് നിങ്ങൾ എന്തിനാണ് ഇവനെ ചെന്നത്? എന്തൊരു മനുഷ്യത്വമില്ലായ്മയാണ് സർക്കാരും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്നത്. ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളും ജോലികളും ഏൽപ്പിക്കുക, അതിന് കൃത്യമായിട്ട് സമയപരിധി വയ്ക്കുക, അത് ചെയ്തില്ലെങ്കിൽ ശിക്ഷ ഉണ്ടാവുമെന്ന് പറയുക, അത് സഹിക്കാൻ മേലാതെ ആത്മഹത്യ ചെയ്യുന്നവരെ കുറിച്ച് ഞങ്ങൾ അവർക്ക് യാതൊരു സമ്മർദ്ദങ്ങളും ഏൽപ്പിച്ചിരുന്നില്ല എന്ന് പറയുക. ജീവതുല്യം സ്നേഹിച്ച പാർട്ടിയും പ്രസ്ഥാനവും തന്നെ തള്ളിപ്പറയുമ്പോൾ മനസ്സുനൊന്ത് ജീവിതം പിടിയുന്നവരെ ആ മനുഷ്യൻ ഈ പാർട്ടിയിൽ പോലും ഇല്ലായിരുന്നു എന്ന് പറയുക. എന്തൊരു മനുഷ്യത്വമില്ലായ്മയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടമില്ലാത്തവരെ ഒഴിവാക്കിയും അർഹതയില്ലാത്തവരെ തിരികെ കയറ്റിയും വോട്ടർ പട്ടിക പുതുക്കുന്ന എന്തിനാ? രാഷ്ട്രീയമായ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയാ.
ഇത് നല്ല ഒന്നാം തരം ഒരു ആയുധമാണ്, ഉപകരണമാണെന്ന് കഴിഞ്ഞ ബീഹാർ തെരഞ്ഞെടുപ്പ് തെളിയിച്ചു കൊടുത്തതാ. ബീഹാറിനെ തുടർന്ന് ഇന്ത്യയിൽ എല്ലായിടത്തും ഈ SIR അല്ലെങ്കിൽ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അല്ലെങ്കിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം വന്നപ്പോ കേരളത്തിലും വന്നു. അപ്പൊ കേരളത്തിലെ BJPയോടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അഭ്യർത്ഥിച്ചു, തൽക്കാലമെങ്കിലും ഇത് കേരളത്തിൽ നടപ്പാക്കരുത്. ഇവിടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. സാധാരണഗതിയിൽ വോട്ടർ പട്ടിക പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട ജോലികളും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അത് തദ്ദേശ ഭരണ സ്ഥാപനമായാലും നിയമസഭയായാലും ലോക്സഭയായാലും അതൊക്കെ ചെയ്യുന്നത് ഏതാണ്ട് ഒരേ ഉദ്യോഗസ്ഥന്മാരാ. ഈ രണ്ടും കൂടെ ഒരേ സമയത്ത് വന്നാൽ ഈ ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റില്ല, രണ്ടും തകരാറിലാകുമെന്ന് രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞതാ. അപ്പൊ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവർ ഇത് ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇലക്ഷൻ കമ്മീഷൻ തള്ളിക്കളയുകയാണ് ചെയ്തത്. അവർക്ക് ഇത്തരം കാര്യങ്ങളിൽ നീതി നടക്കണമെന്നല്ല, അത് സുതാര്യമായിട്ട് നടക്കണമെന്നല്ല, ന്യായയുക്തമായിട്ട് ഈ വോട്ടർ പട്ടിക പരിഷ്കരണം പൂർത്തിയാക്കണമെന്നല്ല, അവർക്ക് അവരുടെ രാഷ്ട്രീയ യജമാനന്മാരുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് അവർക്ക് പരമപ്രധാനം, മുഖ്യമായ ലക്ഷ്യം. അതുകൊണ്ടാണ് ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഇത് കേരളത്തിൽ മാത്രം നടന്ന കാര്യമല്ല. കഴിഞ്ഞ ദിവസം രാജസ്ഥാനിൽ ഒരു BLO ബ്ലോക്ക് ലെവൽ ഓഫീസർ ജോലിഭാരം സഹിക്കാൻ വരാതെ ആത്മഹത്യ ചെയ്തു. കേരളത്തിൽ ഇപ്പോൾ ഇത് സംഭവിച്ചിരിക്കുന്നു. ആരാണ് ഇതിനൊക്കെ ഉത്തരവാദികൾ? ഒരു BLO കുറഞ്ഞത് 3 തവണയെങ്കിലും ഒരു വീട് സന്ദർശിക്കണമെന്നാണ് നിർദ്ദേശം. ഓരോ വീട്ടിലും എത്തുക, അവിടെ ബെല്ലടിച്ച് കാത്തു നിൽക്കുക, അത് വീട് തുറക്കാതിരിക്കുക, അഴിച്ചുവിട്ട പട്ടി അവിടെ ഉണ്ടായിരിക്കും. ഈ വക സാഹചര്യങ്ങളൊക്കെ നേരിട്ടുകൊണ്ടാണ് ഈ BLOമാര് വീട്ടിൽ ചെന്ന് ഈ എന്യൂമറേഷനുള്ള ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുന്നതും അത് തിരിച്ചു വാങ്ങുന്നതും പൂരിപ്പിച്ച് തിരിച്ചു വാങ്ങുന്നതും. ഒരു BLOയ്ക്ക് 600 മുതൽ 1500 വരെ വോട്ടർമാരെ കൈകാര്യം ചെയ്യേണ്ടി വരുന്നുണ്ട്, ഓരോ പ്രദേശത്തിന്റെ വ്യത്യാസം അനുസരിച്ചിട്ട്. ഇതിലൊരു നല്ല ശതമാനം BLOമാര് സ്ത്രീകളാണെന്ന് കൂടി ഓർക്കണം. ഇപ്പൊ ആത്മഹത്യ ചെയ്ത അനീഷ് ജോർജിന് 417 വീടുകളുടെ ചുമതലയാണ് ഉണ്ടായിരുന്നത്. മൊത്തം 1149 അപേക്ഷാപൂർവങ്ങൾ നൽകിയിട്ട് അത് പൂരിപ്പിച്ചു വാങ്ങണം. ഈ പൂരിപ്പിച്ചു വാങ്ങിയിട്ട് ഇതിന്റെ വിശദവിവരങ്ങള് കമ്പ്യൂട്ടറിൽ അപ്ലോഡ് ചെയ്യേണ്ട ജോലി അത് 1 മാസത്തിനകം തീർക്കണം. ഇന്നലെ ഞായറാഴ്ച ആ ചെറുപ്പക്കാരന് 35 വീടുകളിൽ കൂടി അപേക്ഷാപൂർവം കൊടുക്കാനുണ്ടായിരുന്നു. അപേക്ഷ നൽകി അത് പൂരിപ്പിച്ചു വാങ്ങേണ്ട ജോലി ഇന്നലെ തീരേണ്ടതാ. പക്ഷെ 35 വീടുകളിലെ അപേക്ഷാപൂർവം കൊടുക്കാൻ നിൽക്കുക. അനീഷിന് കിട്ടിയ ബൂത്ത് അദ്ദേഹത്തിന് പരിചയമുള്ള സ്ഥലമായിരുന്നില്ല, വീടുകൾ അറിയില്ല. അവിടെ അദ്ദേഹം കോൺഗ്രസിനെ ഒരു ബൂത്തിലെ കൂടെ കൊണ്ടുപോയത് CPMന്റെ ഒരാളും ഉണ്ടായിരുന്നു. അത് വലിയ തർക്ക വിഷയമായി. ഇന്നലെ രാവിലെ കുടുംബാംഗങ്ങളെ പള്ളിയിൽ കൊണ്ടാക്കി. അതിനുശേഷം അദ്ദേഹം പറഞ്ഞ് എനിക്ക് അപേക്ഷാപൂർവം കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചുപോയി. കുടുംബാംഗങ്ങൾ കുർബാന കണ്ട് തിരിച്ചു വരുമ്പോൾ കാണുന്നത് തൂങ്ങി മരിച്ച നിലയിലുള്ള അനീഷ് ജോർജിനെയാണ്. കേരളത്തിൽ ഇപ്പോൾ SIR നടക്കുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ ഒരു പിടിവാശിയാണ്. കാരണം BJP നേതൃത്വം കേരളത്തിലും ഈ പരിഷ്കരണം നടത്തണമെന്ന് നിർബന്ധമായി ആവശ്യപ്പെട്ടിരിക്കുക. അപ്പോൾ അത് ചെയ്തേ പറ്റൂ. അതുകൊണ്ടാണ് തദ്ദേശ ഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ നടപടികൾ നടക്കുമ്പോൾ തന്നെ ഇത് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നടത്താവുന്നതേ ഉള്ളൂ. ഇത് അലംഭാഗണമെന്ന് തന്നെയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ചിലരുടെ ആഗ്രഹം. ഇവിടുത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കറ 2003 ബാച്ചിലെ ഒരു IAS ഉദ്യോഗസ്ഥന, മുതിർന്ന ഒരാളാണ്. അദ്ദേഹം പറയുന്നത് ജോലിയിൽ സമ്മർദ്ദമുണ്ടെന്ന് ആരും ഇതിൽ പരാതി പറഞ്ഞിട്ടില്ലെന്നാ. പരാതി പറയാത്തതാണോ കുറ്റം? ഒരു മനുഷ്യനെ ചെയ്തു തീർക്കാനുള്ള ജോലിയെക്കുറിച്ചൊരു ബോധ്യം ഇലക്ഷൻ കമ്മീഷന് ഉണ്ടാവണ്ടേ? അതനുസരിച്ചല്ലേ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ശ്രീ രത്തൻ യു കേൽക്കർ, താങ്കൾ ജ്ഞാനേഷ് കുമാറിനെ പഠിക്കരുത്, നമ്മുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ അവരുടെ ആവശ്യങ്ങളുടെയോ കോൽക്കാരനാവരുത്. അതേസമയം ജനാധിപത്യത്തിന്റെ കാവൽക്കാരനാവുകയാണ് വേണ്ടത്. ജ്ഞാനേഷ് കുമാർ ആയതുപോലെ വേണമെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ അംഗമോ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ ആകാനുള്ള എല്ലാ യോഗ്യതകളും ഒക്കെ ഉള്ള ഒരാളാണ് ഈ രത്തൻ യു കേൽക്കർ. പക്ഷേ ജ്ഞാനേഷ് കുമാർ ആവരുത്. ജനങ്ങൾക്ക് വേണ്ടി നിൽക്കണം. ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങള് സുതാര്യമായിട്ട് നടപ്പാക്കാൻ വേണ്ടി നിൽക്കണം. അങ്ങനെ വേണം വോട്ടർ പട്ടിക പരിഷ്കരിക്കേണ്ടത്. അല്ലാതെ ഉദ്യോഗസ്ഥന്മാർക്ക് വലിയ ജോലി സമ്മർദ്ദം ഉണ്ടാക്കുന്ന രീതിയിലല്ല ഇതൊന്നും ആസൂത്രണം ചെയ്യേണ്ടത്. ചില രാഷ്ട്രീയ പാർട്ടികൾ അധികാരത്തിലെത്താൻ സാധ്യതയുണ്ട് എന്ന് തോന്നുമ്പോൾ ഇതുവരെ അവരെ കണ്ടാൽ കണ്ട ഭാവം നടിച്ചിട്ടില്ലാത്ത ആളുകളും അവരുടെ കൂടെ കൂടും. അതിനകത്ത് മണ്ണ് മാഫിയ കാണും, അതിനകത്ത് സഹകരണ മാഫിയ കാണും, മദ്യ മാഫിയ കാണും, ദല്ലാളന്മാരുണ്ടാവും, പലതരത്തിലുള്ള ആളുകൾ ഉണ്ടാവും. അവരൊക്കെ ഈ അധികാരത്തിന്റെ അപകർഷണത്തിന് വേണ്ടി പാർട്ടിയിലേക്ക് ഇരച്ചു കയറുമ്പോൾ എത്രയോ കാലങ്ങളായിട്ട് ആ പാർട്ടിക്ക് വേണ്ടി വിയർപ്പൊഴുകിയിരുന്ന സാധാരണ യഥാർത്ഥ പ്രവർത്തകരാണ് നിരാശരാവുക. അങ്ങനെയാണ് ആ പാർട്ടിയിലെ ആത്മാർത്ഥതയുള്ള ചെറുപ്പക്കാര്, പ്രവർത്തകര്, നേതാക്കള് ജീവിതം തന്നെ വേണ്ട എന്ന് തീരുമാനിക്കാനിടയാവുന്നത്. ജീവന്റെ ജീവനായി കണ്ടിരുന്ന സ്വന്തം പ്രസ്ഥാനം തള്ളിപ്പറയുമ്പോൾ അവർക്കൊക്കെ സ്വന്തം കുടുംബം അവരെ തള്ളിപ്പറയുന്ന മനോഭാവമാണ് ഉണ്ടാവുക.
അതുകൊണ്ട് ആത്മഹത്യ ഉണ്ടാവും. അതുകൊണ്ട് മറ്റു ചിലര് കൈത്തണ്ട മുറിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കും. സ്വന്തം പാർട്ടിയിൽപ്പെട്ട പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകള് ലക്ഷക്കണക്കിന് രൂപ വായ്പ എടുത്തുകൊണ്ട് പോയിട്ട് അത് തിരിച്ചടയ്ക്കാതെ വന്നപ്പോൾ ഒരു സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റ് ആത്മഹത്യ ചെയ്യുന്ന അതുകൊണ്ടാ. സ്വന്തം പാർട്ടിയിൽ നിന്നുണ്ടായ വഞ്ചന, ചതി. BJPയുടെ മറ്റൊരു പ്രധാന നേതാവ് MS കുമാർ നേരത്തെ വക്താവായിരുന്നു. അദ്ദേഹം പ്രസിഡന്റായിട്ടുള്ള സൊസൈറ്റി ഉണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടു, BJPയിൽപ്പെട്ട ധാരാളം ആളുകൾ ആ സൊസൈറ്റിയിൽ നിന്ന് പണം എടുത്തിട്ട് തിരിച്ചു കൊടുത്തിട്ടില്ലെന്ന്. ഇനിയും കിട്ടിയില്ലെങ്കിൽ ഞാൻ അവരുടെ പേര് വരും പ്രസിദ്ധപ്പെടുത്തുമെന്ന് പറഞ്ഞു. പക്ഷെ ഇതൊക്കെയായിട്ട് ഈ പാർട്ടി നിസ്സംഗമാണ്, നിർവികാരമായിട്ടാണ് ഇതിനെയൊക്കെ കാണുന്നത്. ആ കൂടെ ചെയ്യുന്നത് ആത്മഹത്യ ചെയ്ത ചെറുപ്പക്കാരൻ BJPക്കാരനല്ല എന്ന് പറയുക മാത്രമാണ്. എത്ര സങ്കടകരമായ ഒരവസ്ഥയാണെന്ന് ആലോചിക്കണം. ഇതൊരു പാർട്ടിയുടെ മാത്രം കാര്യമല്ല, ഇതൊക്കെ എല്ലാ പാർട്ടികൾക്കും ബാധകമായ കാര്യങ്ങളാണ്. ഇതുമായി ബന്ധപ്പെടുത്തി ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ആസാമിലെ ഒരു മന്ത്രിയുടെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു? ബീഹാറിലെ തെരഞ്ഞെടുപ്പ് വിജയത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞതാ. ഗോപി കൃഷിക്ക്, അതായത് കോളിഫ്ലവർ, അതിന്റെ കൃഷിക്ക് ബീഹാർ അംഗീകാരം നൽകിയിരിക്കുന്നു എന്ന് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു. കോളിഫ്ലവർ കൃഷി ചെയ്തിരിക്കുന്ന ചിത്രവും സഹിതം. എന്താണ് അർത്ഥമാക്കിയത്? അതായത് ബീഹാറില് 1989 ഒക്ടോബർ 24 ബീഹാറിലെ ഭഗൽപൂരില് രാജ്യം കണ്ട ഏറ്റവും വലിയ ഒരു വർഗീയ കലാപം നടന്നു. അന്ന് ലോകയിൻ എന്ന് പറയുന്ന ഗ്രാമത്തിൽ 4000-ഓളം പേര് ചേർന്നിട്ട് 116 മുസ്ലിങ്ങളെ കൊലപ്പെടുത്തി. എന്നിട്ട് അവരുടെ മൃതദേഹം മറവ് ചെയ്തെടുത്ത് ഗോപി കൃഷി ചെയ്തു, കോളിഫ്ലവർ കൃഷി ചെയ്തു, തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി. പിന്നീട് അവരൊക്കെ അറസ്റ്റിലായി, പലരും ശിക്ഷിക്കപ്പെട്ടു. പക്ഷെ ഇന്നും മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള കൂട്ടക്കൊലയെ സൂചിപ്പിക്കുന്നതിന് കോളിഫ്ലവർ എന്ന രൂപകം രാഷ്ട്രീയക്കാര് ഉപയോഗിക്കുന്നുണ്ട്. അസമിലെ BJP മന്ത്രിയായ അശോക് സിംഗല് ബീഹാർ തെരഞ്ഞെടുപ്പ് വിജയത്തെ കുറിച്ച് പറയുന്നതിന് ഈ കോളിഫ്ലവറിനെ ഉപയോഗിച്ചത് ബീഹാറിലെ മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിജയമാണ് ഇത് എന്ന് പറയാനാ. അതായത് ബഗൽപൂരിലെ മുസ്ലിങ്ങളുടെ കൂട്ടക്കൊലയെ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് വിജയവുമായിട്ട് അദ്ദേഹം താരതമ്യപ്പെടുത്തിയിരിക്കുകയാണ്. എന്തൊരു മനോനിലയാണിത്! ഒരു മന്ത്രിയാണ്, ആ മനുഷ്യന്റെ മാനസികാവസ്ഥ നമ്മൾ കാണുന്നത്. അധികാരത്തെ അള്ളിപ്പിടിച്ചു നിൽക്കാനുള്ള ആക്രാന്തം, ആർത്തി. ഒരു തെരഞ്ഞെടുപ്പ് വിജയം ലഭിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ സന്തോഷം പ്രകടിപ്പിക്കുന്നത് സഹജീവികളോടുള്ള അങ്ങേയറ്റത്തെ പക, വെറുപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടാണ്. ഇതാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ എന്താണ് നമുക്ക് കൂടുതൽ പറയാൻ പറ്റുക? ആരായിരുന്നു രാജാറാം മോഹൻ റായ്? ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സാമൂഹിക പരിഷ്കർത്താവായിരുന്നില്ലേ? അദ്ദേഹത്തെ മധ്യപ്രദേശിലെ വിദ്യാഭ്യാസ മന്ത്രി, സാധാ മന്ത്രിയല്ല, വിദ്യാഭ്യാസ മന്ത്രി ഇന്ദർ സിംഗ് പാർമർ എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്? ഈ കഴിഞ്ഞ ദിവസം, പഴയ കഥയല്ല, അദ്ദേഹം പറഞ്ഞത് രാജാറാം മോഹൻ റായ് ബ്രിട്ടീഷുകാരുടെ ഏജന്റ് ആയിരുന്നു എന്നാണ്. ഇങ്ങനെ പറയുന്ന രാഷ്ട്രീയക്കാരാണ് നമുക്കുള്ളത്. അപ്പോൾ ഇതിനപ്പുറമൊക്കെ നമ്മുടെ രാജ്യത്ത് സംഭവിക്കും.